തമിഴ്നാട്ടിലെ പ്രശസ്തമായ സിനിമാ കുടുംബത്തിലാണ് പിറന്നുവെങ്കിലും നടൻ ബാലയ്ക്ക് സിനിമയിൽ ബ്രേക്ക് കിട്ടിയത് മലയാളം പ്രോജക്റ്റുടെ ഭാഗമായതിനു ശേഷമാണ്. 24-ാം വയസ്സിൽ ബാല കളഭം സിനിമയിൽ നായകനായി മലയാളത്തിലേക്ക് എത്തുന്നത്. അന്ന് യൂത്തിന് ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു താരം. കളഭാഷത്തിന് ശേഷമാണ് നടന്റെ കരിയറിൽ തന്നെ വലിയ വിജയമായി മാറിയതെന്നും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ബിഗ് ബി സംഭവിച്ചതും. ചിത്രത്തിൽ മമതയ്ക്കൊപ്പമുള്ള നടന്റെ ലവ് സീനുകളും റൊമാന്റിക് സോങ്ങും ശ്രദ്ധിക്കപ്പെട്ടതോടെ പെൺകുട്ടികൾക്കിടയിൽ വലിയൊരു ആരാധക വൃന്ദം നടനുണ്ടാക്കാനായി. സഹനടനായും വില്ലനായും നായകനായുമെല്ലാം ബാല മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തു. മലയാളത്തിൽ തിരക്കുള്ള താരമായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു 2010-ൽ അമൃത സുരേഷുമായുള്ള വിവാഹം. റിയാലിറ്റി ഷോയിൽ വെച്ചുള്ള പരിചയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. ഇവർക്ക് ആ ബന്ധത്തിൽ ഒരു മകളുണ്ട്. അവന്തിക കൈക്കുഞ്ഞായിരിക്കെയാണ് ബാലയും അമൃതയും വിവാഹമോചിതരായത്. കുഞ്ഞിന്റെ സംരക്ഷണം അമൃതയ്ക്കായിരുന്നു. ബാലയുടെ ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് താൻ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതെന്ന് അടുത്തിടെ അമൃത വെളിപ്പെടുത്തുകയും ചെയ്തു. തന്നെ മാത്രമല്ല, ബാലയുടെ പ്രവൃത്തികൾ മകളുടെ ജീവന് കൂടി ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയതായി തുടങ്ങിയപ്പോഴാണ് വീട് വിട്ടിറങ്ങിയതെന്നും അമൃത പറഞ്ഞിരുന്നു. വേർപിരിഞ്ഞ ശേഷവും ബാലയും അമൃതയും മക്കളെയും കുടുംബത്തെയും ശല്യം ചെയ്യുകയും സ്വസ്ഥത തകർക്കുകയും ചെയ്തിരുന്നു. മകളെ തന്നിൽ നിന്ന് അകറ്റിയത് അമൃതയാണെന്ന് അഭിമുഖത്തിലൂടെ നിരന്തരമായി ബാല പറയുകയും ചെയ്തു. മകളോടുള്ള ബാലയുടെ സ്നേഹം സത്യമാണെന്ന് അതുകൊണ്ട് തന്നെ ആരാധകർ കരുതുകയും ചെയ്തു. മാത്രമല്ല, മകളെ അച്ഛനിൽ നിന്ന് അകറ്റിയ ക്രൂരയായ അമ്മയായിട്ടായിരുന്നു അമൃതയെ പ്രേക്ഷകർ കണ്ടതും. ഇതെല്ലാം മാറിയത് ബാലയ്ക്കെതിരെ മകൾ അവന്തിക രംഗത്തെത്തിയതോടെയാണ്. അച്ഛൻ തന്നോടും അമ്മയോടും ചെയ്ത ക്രൂരതകൾ അടുത്തിടെ ഒരു വീഡിയോയിലൂടെ അവന്തിക എണ്ണി എണ്ണി പറഞ്ഞു. അതിനുശേഷമാണ് തെറ്റുകൾ കൂടുതലും വന്നിരിക്കുന്നത് ബാലയുടെ ഭാഗത്തു നിന്നാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, കോടതി വിധി പ്രകാരം മകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും ബാല തിരിമറി നടത്തിയതെന്നും അടുത്തിടെ പുറത്തു വന്നിരുന്നു. അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടി വിവാഹം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തു വന്നത്. ബാലയോട് തന്റെ വിവാഹം ഉറപ്പിച്ച സമയത്ത് പലരും നടന്റെ സ്വഭാവത്തെക്കുറിച്ചും തനിക്ക് മുന്നറിയിപ്പ് നൽകിയായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തോടുള്ള പ്രണയം കാരണം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തോന്നിയില്ലെന്നുമാണ് അമൃത പറഞ്ഞിരുന്നത്. അമൃതയുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം പിന്നീട് 10 വർഷത്തോളം ബാല ബാച്ചുലർ ലൈഫായി നയിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും. അമൃതയിൽ തനിക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. 2 വർഷത്തിനിടെ പലതവണ തന്നെ ബാല മർദ്ദിപ്പിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്തിടെ എലിസബത്ത് വെളിപ്പെടുത്തിയത്. ഒന്ന് പുറത്തു പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ബാല എന്ന് എലിസബത്ത് പറയുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ MD എൻട്രൻസ് എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി 1 മാസം മുമ്പ് ഹാൾ ടിക്കറ്റ് എടുക്കാനോ പരീക്ഷ എഴുതാനോ സമ്മതിച്ചില്ല. അന്ന് വഴക്കുണ്ടാക്കിയോ നല്ല അടി കിട്ടി. കണ്ണ് തുറക്കുമ്പോഴെല്ലാം 5-6 സെക്കൻഡ് ഗ്രേ കളർ മാത്രമേ കാണാറുള്ളൂ. ഒരിക്കൽ പനിച്ച് വയ്യാതായി. ആ സമയത്ത് എൻ്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു പുള്ളിക്കാരി അഭിനയിക്കുകയാണെന്ന്. ഭർത്താവ് നന്നായി അറിയുന്നത് കൊണ്ട് എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇതൊക്കെ 2022-ലാണ് സംഭവിച്ചത്. വീട്ടുകാർ പറഞ്ഞു, നീ എൻ്റെ ജീവിതം തുലച്ചു. നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ജോലിക്ക് പോകൂ എന്നാണ്. അസുഖം മറച്ചുവെച്ച് കല്യാണം കഴിഞ്ഞ് ഓരോ 2 മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഇപ്പോൾ എല്ലാത്തിനും തയ്യാറാണ് ഞാൻ നിൽക്കുന്നത്. പേടിച്ച് പേടിച്ച് എനിക്ക് മതിയായി. ജയിലിലായാലും ഭക്ഷണം കിട്ടുമല്ലോ. എനിക്ക് 3 ദിവസം ഭക്ഷണം തരാതിരുന്നിട്ടുണ്ട്. റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ടാപ്പ് വെള്ളം കുടിച്ചു. അത്രയ്ക്കൊന്നും ജയിലിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഇനി എന്നെ കൊന്നാലും സാരമില്ല. ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു. അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് ഞാനുള്ളത്. ഡിപ്രഷനും നാണക്കേടും സ്ട്രെസ്സും കാരണം എന്തു വന്നാലും അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് ബാല പറയുന്നത്. പുറം ലോകം അറിയാതെ ബാലയുടെ പല ചെയ്തികളും അടുത്തിടെയാണ് വീഡിയോയിലൂടെ എലിസബത്ത് വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു നടന്റെ 4ാം വിവാഹം. മാമന്റെ മകളായ കോഹ്ലിയാണ് നടൻ വിവാഹം ചെയ്തത്. 4ാം വിവാഹത്തോടെ കൊച്ചി വിട്ട ബാല വൈക്കം കയ്യിലെടുത്ത് പുതിയൊരു വീട് വെച്ചാണ് താമസം. അതേസമയം എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകൾ ചർച്ചയായതോടെ നടൻ ചെന്നൈയിലേക്ക് ഭാര്യയ്ക്കൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസം. കേരളത്തിൽ നിന്നാൽ അറസ്റ്റും കേസും ചാനൽ ചർച്ചകളും താൻ കുടുങ്ങിപ്പോകുമെന്ന ഭയം കാരണം നടൻ ഭാര്യയും കൂട്ടി ചെന്നൈയിലേക്ക് കടന്നാണ് ഒരു വിവാഹം പ്രേക്ഷകരുടെ പ്രതികരണം. ഇതിലേറെ വെളിപ്പെടുത്തലുകൾ മുൻ ഭാര്യ എലിസബത്ത് നടത്തിയിട്ടുണ്ടെന്ന് നടനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും നിയമത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതേസമയം തമിഴ് ചാനലുകളാണ് അടുത്തിടെ നിരന്തരമായി ബാല അഭിമുഖങ്ങൾ നൽകുന്നത്. എന്നാൽ വിവാദവുമായോ ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് നടനോ പുതിയ ഭാര്യയായ കോഹ്ലിയെ വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല.
പണ്ട് കേരളത്തിലെ എല്ലാ ഓൺലൈൻ ചാനലുകളും വിളിച്ചു വരുത്തി അഭിമുഖം നൽകി നല്ലവനാണെന്ന് നടിച്ചു. ഇന്ന് അത് തമിഴ്നാട്ടിൽ ആവർത്തിക്കുകയാണ് നടൻ്റെ അഭിമുഖത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ പ്രതികരണം. അതേ സെയിം ഡയലോഗ്, അതേ വിക്ടിം കാർഡ്, അതേ സെൽഫ് ബൂസ്റ്റ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അടിക്കടി ഭാര്യമാർ മാറുന്നുണ്ട്. ആക്ടിങ് കൊള്ളാം, പക്ഷേ സ്ക്രിപ്റ്റ് ചീറ്റിപ്പോയി ബാല. എത്രയും വേഗം എലിസബത്തിനെയും അമൃതയും അവന്തികയും നീതി ലഭിക്കട്ടെ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ബാല ക്രിമിനലാണെന്നും നടപടിയെടുക്കാനും എലിസബത്തിന് സമാധാനം നൽകാനും അധികൃതർ തയ്യാറാകണമെന്നും കമന്റുകളുണ്ട്. എലിസബത്ത് പറയുന്നതെല്ലാം ആരോപണങ്ങൾ മാത്രമാണെന്നും അത് സത്യമല്ലെന്നാണ് നിരന്തരമായി ബാല ആവർത്തിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാത്ത ബാല ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി മാത്രമാണ്. ബാല നിരപരാധിയാണെന്ന് തന്നെയാണ് ഭാര്യ ഗോകുലിയും ആവർത്തിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.